ഹലോ ഗായ്സ്, അപ്പം ഇനി ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ റെഡിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക്. ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ബസ്സൊക്കെ കയറി അങ്ങനെ സ്കൂളിൻ്റെ ഉമ്മറത്തെത്തി. ഇന്നത്തെ മൂടേ പോയിട്ട് മഴ കാരണം അങ്ങനെ കുട്ടികളൊക്കെ കണ്ടു. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ചന്തക്കാരന്മാരും ചന്തക്കരികളൊക്കെ ആയിട്ടാണ് ഇന്ന് സ്കൂളിലേക്കൊക്കെ വന്നിരിക്കുന്നത് കുട്ടികളൊക്കെ. അപ്പോഴാണ് ഈ ജിൻസി ചേച്ചി മെയിൻ്റെ ഒരു സംഭവം ചെയ്യുന്നത്. അവൾ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കുറച്ച് കുട്ടികളും കുറച്ച് ടീച്ചർമാരൊക്കെ ഇനിയും വരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് അങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെയാണെന്നിട്ട്. എല്ലാവരും ഭയങ്കര ബിസിയാണ്, ഓരോരോ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നിട്ട് ആദ്യം തന്നെ ഒരു പണിയും ചെയ്യണമായിട്ട് ഇപ്പം പ്രാഗം നേക്കോ എന്നിട്ട് ഞാനൊന്നും നോക്കിയില്ല. ഒരു സ്റ്റാറൊക്കെ എടുത്തിങ്ങനെ കെട്ടുകയൊക്കെ ചെയ്ത് ഒന്നും ചെയ്തില്ല എന്ന് പറയില്ലല്ലോ, ഇതെങ്ങനെ ചെയ്തല്ലോ. അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞു. ഓരോ കുട്ടികളും ഓരോ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഫ്ലാഗൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ ദിവസം. അങ്ങനെ ഇപ്പോഴാണ് ജിൻസി ചേച്ചി മെയിൻ്റൊക്കെ ചെയ്തത് നമ്മളെ. അത് കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ വീഡിയോസൊക്കെ മാറി മാറി പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും ഒരു വീഡിയോ, ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ എല്ലാ കുട്ടികൾക്കും മിഠായിയൊക്കെ കൊടുക്കണം. നാരങ്ങ മിഠായി ആയിരുന്നു കൊടുക്കണ്ടായിരുന്നത്. അങ്ങനെ കുട്ടികളുടെ പാട്ടും ഡാൻസും ഞങ്ങളുടെയും എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ കുട്ടികൾക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടി അവസാനിച്ചു. അങ്ങനെ എനിക്ക് മാത്രം മിഠായി കിട്ടിയില്ല. അപ്പോൾ ഞാൻ അർച്ചന ടീച്ചറോട് നാരങ്ങ മിഠായിയൊക്കെ വേണം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അർച്ചന ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ നല്ല മഴ നല്ല മഴയുണ്ടായിരുന്നു. പാടത്തിൻ്റെ അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലേ. അങ്ങനെ മഴയത്ത് ആസ്വദിച്ചിട്ട് പോണ പോലെയൊക്കെയാണ് എൻ്റെ എക്സ്പ്രഷൻ. പക്ഷേ ശരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടാ. പിന്നെ ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ട് ഓരോന്നൊക്കെ സംസാരിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അടുത്ത ഓണപ്പരിപാടിക്കുള്ള ഡിസ്കസ് ചെയ്യുമായിരുന്നു ഞങ്ങൾ എന്ത് വേണം വേണ്ടൊക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓടുന്ന സീൻ കാണുന്നത്. വേറെ ഒന്നുമില്ല, ആ റോട്ടിൽ വെള്ളം കാണുന്നില്ലേ നിങ്ങൾ, ഈ വണ്ടികൾ വരുമ്പോൾ അങ്ങനെ തെറിക്കും. അപ്പോൾ ഞാൻ വേഗം ഓടുകയാണ്. പക്ഷെ ഇതൊന്നും നോക്കാണ്ട് അവർ വണ്ടി വന്ന് വെള്ളം തെറിച്ചാൽ ഒരു കുഴപ്പമില്ലാണ്ട് 3 കൂടി മഴയത്ത് ഇങ്ങനെ ലോലോട്ട് ആടി വരികയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി. അങ്ങനെ ഞാൻ ഒരു പഴംപൊരിയും ഒരു പക്കോടയും പിന്നെ ഒരു ബജിയൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഹലോ ഗായ്സ്, ഇപ്പോൾ വന്നിരിക്കുന്നത് പാമാലിക്കാണ്. എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, ഒരു കുട്ടിയുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് വീഡിയോ വരാൻ ഇത് മടിയായത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം പാമലിക്ക് പോവാം, കാണാം.
കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും വരണം കേട്ടോ. ഹനുമാൻ പാദം അവിടെ ഉണ്ട്. നമുക്കത് വഴി കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വാമല കാണാം. അപ്പോൾ നമുക്ക് ഒരു ബാക്ക് സൈഡ് കാണാമല്ലോ. ബാക്ക് സൈഡ് അവിടെ ഹനുമാന്റെ കാൽപ്പാടം എന്റെ കാൽപ്പാടം. കണ്ടിട്ടും പോരാറായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് ഇവിടെ വന്ന് ഇരുന്നാൽ മാത്രം മതി. സത്യം പറയലോ, കുറേ ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് എന്തോന്നറിയാം, ഒരു മനസ്സിനൊരു സന്തോഷം അങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. നിങ്ങൾ എന്തായാലും വരണം കേട്ടോ. അയ്യോ, കാറ്റ് ചെറുതായിട്ട് കാറ്റുണ്ട്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡാണ്. അയ്യോ, എൻ്റെ അയിലൊക്കെ പരന്നു. അപ്പം കുറച്ച് ഡാൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് വേഗം ഒന്ന് എടുത്തതാണ്. പിന്നെ ഈ ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടതുകൊണ്ട് ജസ്റ്റ് ഒരു 2 ഡാൻസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടുണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതൊക്കെ അപ്പോൾ വാമലൻ്റെ ബാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. കാണിച്ചു തരാം ഗൈസ്. മഴ കേട്ടോ. മഴയത്തൊക്കെ ഞാൻ നനഞ്ഞു. മഴയത്ത് നനഞ്ഞിട്ടാണ് ഡാൻസ് എടുത്തിരിക്കുന്നത്. നനഞ്ഞു. കാൽപാദം അത് കാണിച്ചു. ഇങ്ങനെ ഓടി മിക്കവാറും ഞാൻ അവിടെ കിടക്കില്ലേ. ഹനുമാന്റെ കാൽപ്പാദം എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇതിൽ കൂടിയാണ് ഹനുമാന്റെ കാൽപ്പാദം കാണാൻ പോകേണ്ടത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം നടക്കണം. ഇങ്ങനെ വൈകില്ലേ ശിവനെ, ഞാൻ എങ്ങനെ പോവും? വീടാണ് എത്തോ വീഴുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ട്രൈ ചെയ്യാം.
പേടിയാവുന്നു. അവസാനം ഹനുമാന്റെ കാൽപ്പാടം കാണാൻ പോയിട്ട് അവസാനം എന്റെ കാൽപ്പാടാണ് കണ്ടത്. ഇതാണ് ഹനുമാന്റെ കാൽപാദം. വലുതാണ് കേട്ടാ. നമ്മളെ പോലെ ചെറിയ കാൽപാദമല്ല, വലിയ. ഇപ്പൊ വഴിക്ക് ഞാന് ഇന്നത്തെ വഴിക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ഹനുമാന്റെ കാൽപാദം. ഈ മഴയത്തൊന്നും അവർക്ക് വരാൻ പറ്റില്ല കേട്ടാ. ഞങ്ങൾ കണ്ടപ്പൊന്നും ചെയ്യുമെന്ന് പറയാം. നോക്ക്, ദതിക്കൂടൊക്കെ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തും. ഓണല്ലേ, ദതിക്കൂടൊക്കെ അങ്ങനെ അവിടെ എത്തുന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് അവിടെ അമ്പലത്തിന്റെ ആ ഉമ്മർക്കൊന്ന് പോവാം. അയ്യോ, ഏരി കൂടെ പോകും. ഇതിലെ കൊണ്ട് അത് പോവാം. ഇത്രയൊക്കെ തന്നെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് നല്ലൊരു സ്ഥലം തന്നെയാണ്. വേറെ പറയാനൊന്നുമില്ല. അപ്പോൾ മഴക്കാലത്തൊന്നും ആരും വരേണ്ടത് ഹനുമാന്റെ കാൽപാദം കാണുമ്പോൾ നമ്മുടെ കാൽപാദം വേറെ എവിടെയും വെക്കേണ്ട അവസ്ഥ വരും. അപ്പം ജലദോഷം വരുമെന്ന് അറിയില്ല. മഴയൊക്കെ തുള്ളിച്ചാടി കളിച്ചിട്ട് അവസാനം നാളെ കിടപ്പാണെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ്, വാമലിന്ന് ഇറങ്ങിയിട്ടും ഞങ്ങൾ മഴ ഒത്തിരി കമ്മിയുണ്ട്. ഇതവിടെ സ്റ്റെപ്പ് വരുന്നിട്ടാ. പിന്നെ ഇറങ്ങി മഴ വന്നാ മഴയില്ല പറഞ്ഞ മഴ വരും. അതാണ് പനി വരും, ഉറപ്പാണ്. ഇവിടെ തന്നെ ഇപ്പൊ വായി നോക്കിയിട്ടില്ല, ഫോൺ നോക്കിയിട്ട് ഉദ്ദേശിച്ചത്. വാമലിയിലൊക്കെ പോയിട്ട് വരുന്ന വഴി നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വരുന്ന വഴിയിൽ ഒരു ബജിയും മുട്ട ബജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മഴയത്തൊക്കെ കളിച്ചു. എന്തായാലും നാളെ പനി ഉറപ്പാണ്. അപ്പോൾ തന്നെ ഭയങ്കര വയ്യ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.